ഒരു ബ്രെഡിന്റെ പീസ് വെച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ആക്കാം. ഇനി നമുക്ക് നേരത്തെ ഒരു പാനിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട ശേഷം 2 സൈഡ് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ബട്ടറൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടം അനുസരണം കുറച്ച് കൂട്ടിയൊക്കെ എടുക്കാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഈ ടൈപ്പിൽ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതും ഒന്ന് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. 4 മുട്ടയുണ്ടെങ്കിൽ നമുക്ക് 2 ടൈപ്പിലെ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും അല്ലെ പാർട്ടികൾക്കോ ഒക്കെ അല്പം വെറൈറ്റി ആയിട്ട് എന്നാൽ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കണം.